Opening Hours with MyFin. എല്ലാ പ്രേക്ഷകർക്കും ഓപ്പണിംഗ് അവേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് തോമസ്. സുരേഷ് സാർ, ഇന്നിപ്പോൾ നിഫ്റ്റി 50.77% എന്ന ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഇന്നലെ എവിടെയാണോ ട്രേഡിംഗ് നിഫ്റ്റി 50 അവസാനിപ്പിച്ചത് അതിൽ നിന്ന് തന്നെ തുടരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെ നമുക്ക് കണ്ടതാണ് US മാർക്കറ്റിൽ S&P 500 ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ നാസ്ഡാക്കിൽ 0.8% ഒരു ഇടിവ് നമ്മൾ കണ്ടതാണ്. ഡോ ജോൺസ് 1.14% ഗെയിൻ ചെയ്താണ് ട്രേഡിംഗ് ഡേ അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഉടനീളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെഗ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കോസ്പൈ 2.29%, ഷാങ്ഹായ് ഇൻഡെക്സ് 0.69%, നിക്കൈ 225 0.28%, 26% ഗെയിൻ ചെയ്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഹാങ്സെങ് നോക്കുകയാണെങ്കിൽ 1.49% വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയതായിട്ട് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിഫ്റ്റി 50-ലെ 13 സ്റ്റോക്കുകൾ ഒരു ലാസ്റ്റ് 5 ഇയർ CAGR നോക്കുമ്പോൾ നെഗറ്റീവ് റിട്ടേൺസ് നൽകിയിരിക്കുന്നു എന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് ഇപ്പോൾ മണി കൺട്രോളിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട്. അതിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ TCS ലാസ്റ്റ് 5 ഇയർ CAGR റിട്ടേൺസ് നോക്കുമ്പോൾ 9.9% ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ടെക് മഹീന്ദ്ര 4.65% റിട്ടേൺ മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത്. സൂരജ് സാർ, ഇത് ബാങ്ക് റേറ്റ്സ് 5 ഇയർ FD റേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 6 to 7% ആണ് ബാങ്ക് FD 5 ഇയേഴ്സിന് കൊടുക്കുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി 50-ലെ മെയിൻ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ പോലും ബാങ്ക് റേറ്റിന് 5 ഇയർ FD ബാങ്ക് റേറ്റിന് താഴെയായിട്ട് നിഫ്റ്റി 50 ഈ സ്റ്റോക്കുകൾ റിട്ടേൺസ് കൊടുക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പാരഡോക്സ് അല്ലേ കാണിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ തന്നെ നിഫ്റ്റി 50 ഈ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ ഇപ്പോഴും വലിയ രീതിയിൽ ബെറ്റ് ചെയ്യുന്നു എന്നതും മറ്റൊരു രീതിയിലുള്ള ഒരു പാരഡോക്സ് അല്ലേ എടുത്ത് കാണിക്കുന്നു. സുരേഷ്, ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ് ആൻഡ് താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ. വി ആർ നിയറിംഗ് ദ വീക്കെൻഡ് എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ആസ് യു റൈറ്റ്ലി സെഡ്, ഈ പറഞ്ഞ പോലെ ദ വീക്ക്, ഈ കംപ്ലീറ്റ് ആഴ്ച വാസ് എസ്പെഷ്യലി ഗുഡ് ഫോർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആസ് വെൽ ആസ് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സ് എന്നുള്ള. പിന്നെ ഈ പറയുന്ന പോലെ തോമസ്, ഈ നമ്മൾ ഇന്ത്യൻ IT സ്റ്റോക്സിന്റെ കാര്യം പറഞ്ഞല്ലോ. ഓഫ് കോഴ്സ് IT സ്റ്റോക്സിനെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് എൻവയോൺമെന്റ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ബട്ട് ഓഫ് കോഴ്സ് കാര്യം എന്താണ്, അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ AI ട്രേഡിലേക്ക് പൈസ പോയപ്പോൾ ആക്ച്വലി നമ്മൾ ഈ പലപ്പോഴായിട്ട് ഞാൻ നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഈ AIയുടെ സ്റ്റാക്ക് എന്ന് പറയുന്നത് 5 ലെയറിലാണ്. ഈ 5 ലെയർ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് ബോട്ടം, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ബോട്ടം എന്ന് പറഞ്ഞാൽ പവർ ആൻഡ് എനർജി കമ്പനീസാണ് ഏറ്റവും താഴത്തെ ലെയർ സ്റ്റാക്കിൽ. അത് സ്റ്റാക്ക് 1 എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പവർ കമ്പനീസ്, എനർജി കമ്പനീസ് ഒക്കെയാണ് അവിടെ വരുന്നത്. അതിൻ്റെ മുകളിൽ സ്റ്റാക്ക് 2 വരുന്നത് കംപ്ലീറ്റ് ഹാർഡ്വെയർ കമ്പനീസാണ്. അവിടെ സെമി കണ്ടക്ടർ, ചിപ്സ്, മെമ്മറി ചിപ്സ്, പിന്നെ അത് കൂടാതെ തന്നെ മറ്റുള്ള ഡിവൈസസ്, കൂളിംഗ് എക്യുപ്മെൻറ്റ്സ്, ഡേറ്റാ സെൻറ്റർ കൂളിംഗ്, അതിൻ്റെ ഉള്ള എല്ലാ ഹാർഡ്വെയറും വരുന്നതാണ് ലെയർ 2 അല്ലെങ്കിൽ സ്റ്റാക്ക് 2 എന്ന് പറയുന്നത്. സ്റ്റാക്ക് 3 എന്ന് പറയുന്നത് ക്ലൗഡ് സർവീസസ് ആണ്. അതായത് എവിടെയാണോ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത് ആ ക്ലൗഡ് സർവീസസ് ആണ്. അതായത് ആമസോൺ വെബ് സർവീസസ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ ഒക്കെയാണ് ആ ഒരു 3rd ലെയറിൽ വരുന്നത് സ്റ്റാക്ക് 3-ൽ. സ്റ്റാക്ക് 4 എന്ന് പറയുന്നത് ഈ ഫങ്ഷണൽ LLMs ആണ്. ആ LLMs നമ്മൾ ഈ പറഞ്ഞ പോലെ ChatGPT അല്ലെങ്കിൽ ഇതൊക്കെയാണ് ആ ലെയറിൽ വരുന്നത്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ ആണ് ടോപ്പ് 5 അല്ലെങ്കിൽ സ്റ്റാക്ക് 5. അവിടെയാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ താഴത്തെ ലെവലിലുള്ള സ്റ്റാക്കുകളിൽ ഇന്ത്യൻ കമ്പനീസിന് വലിയ പ്രസൻസ് ഇല്ല. നമ്മുടെ പ്രസൻസ് കംപ്ലീറ്റ് സ്റ്റാക്ക് 5-ലാണ്. അതായത് 5th ലെയറിലാണ്, ആപ്ലിക്കേഷൻ ലെയറിലാണ് നമ്മുടെ ഇവിടുത്തെ IT സോഫ്റ്റ്വെയർ കമ്പനീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ഫങ്ഷണൽ LLM എന്ന് പറയുന്ന സ്റ്റാക്ക് 4-ൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്ത് എൻ്റർപ്രൈസ് സൊല്യൂഷൻസ് ചെയ്യുന്നതാണ് അവർ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, പൊതുവേ ലോകത്തുണ്ടായിരുന്ന ഡിസ്കഷൻസ് എന്താണ്? ഡിസ്കഷൻസ് എന്ന് പറയുമ്പോൾ ഈ AI ഭയങ്കരമായിട്ട് ഉദിച്ചു വന്നാൽ സോഫ്റ്റ്വെയർ ജോബ് പോവും എന്നുള്ള രീതിയിലാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, കുറേയൊക്കെ അതിനകത്ത് വാസ്തവമുണ്ട്. പിന്നെ അതുപോലെ നമ്മളിത് ഞാൻ പറഞ്ഞാൽ പോലും അത് ശരിയാവണമെന്നില്ല. ഇതെല്ലാം ഫ്യൂച്ചറിൽ നടക്കേണ്ട ഒരു കാര്യം. എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറയാം. കോഡിങ്ങിൻ്റെ കാര്യത്തിൽ AIക്ക് ഒരുപാട് സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഇറ്റ് ഇസ് ഗിവൺ ഗ്രാൻഡഡ് ഫാക്ട് തന്നെയാണ്. ബട്ട് ഈവൻ ദെൻ ഒരു എൻ്റർപ്രൈസ്, അതായത് ഒരു കമ്പനിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് സൈബർ സെക്യൂരിറ്റി ഉണ്ട്, അതിനകത്ത് ടെസ്റ്റിംഗ് ഉണ്ട്, ഒരുപാട് ഹാർഡ്വെയർസിൻ്റെ മുകളിലാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണേ. അപ്പോൾ ക്രോസ് പ്ലാറ്റ്ഫോം, ക്രോസ് ലൈസൻസിങ്, അതായത് നമ്മൾ പറയില്ലേ ഒരു പ്രോഡക്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ, വേറൊരു പ്രോഡക്റ്റ് വേറൊരു കമ്പനിയുടെ എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം കൂടുമ്പോൾ അതിൻ്റെ ലൈസൻസ് എഗ്രിമെൻറ്റ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് വേറൊരു സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. ഈ ബഗ്ഗുകളൊക്കെ
സോൾവ് ചെയ്ത് ഒരു എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്ത് ആ എൻ്റർപ്രൈസിലെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ എംപ്ലോയീസിനെ പഠിപ്പിച്ചെടുക്കണം. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ ERP പോലെ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ള. അപ്പോൾ ടോട്ടൽ ഒരു പ്രൊസീജിയറൽ ചേഞ്ചാണ് ഒരു സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെൻറ്റ് കൊണ്ടുവരാൻ. അതൊരു AI എന്ന് പറയുന്ന ഒരു സാധനത്തിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെൻ്റ് ആവശ്യമുണ്ട്. ഓഫ് കോഴ്സ് കോഡിങ്ങിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ AI ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ AI ഉപയോഗിച്ച് ആൾക്കാർ കോഡിങ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കി ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് തന്നെ വേണ്ടി വരും. അപ്പോൾ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡൽ ഓഫ് കോഴ്സ് ഹിറ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഹിറ്റാവും. എന്നാൽ ഈ പറയുന്ന പോലെ ഒരു ഡൂംസ് ഡേ സിനാരിയോ അതിന് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പവർ കമ്പനീസും ചിപ്പ് കമ്പനീസും ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ AIയിൽ പല ഇൻഫ്രാസ്ട്രക്ചർ, ഞാൻ പറഞ്ഞ ഇതിലെ മെയിൻ കമ്പനികളായ NVIDIA അല്ലെങ്കിൽ ഇൻറ്റൽ അല്ലെങ്കിൽ AMD പോലെയുള്ള കമ്പനികൾ മാറ്റിവെക്കുകയും ഈ പറയുന്ന പോലെ പവർ കമ്പനീസിൽ മെയിനായിട്ടുള്ള GE വെർണോവ, മിറ്റ്സുബിഷി, ഇന്നിയോ, സീമെൻസ് പോലെയുള്ള കമ്പനി മാറ്റിവെച്ചിട്ട് ബാക്കി മിക്ക കമ്പനികളും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നല്ല. അപ്പോൾ AIയുടെ പല സ്റ്റാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് പൂൾ, അതായത് നമ്മളിപ്പോൾ ഒരു 3 ട്രില്യൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് പേ ബാക്ക് കിട്ടുന്നത് 50% ആണെന്നാണ് സ്റ്റഡി പറയുന്നത്. അതായത് 3 ട്രില്യൺ ഇട്ട് കഴിഞ്ഞാൽ 1.5 ട്രില്യൺ മാത്രമേ നമുക്ക് തിരിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റാക്ക് 4 വരെയുള്ള സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ AIയിലുള്ള ബിഗ്ഗസ്റ്റ്, ലോകം കണ്ട ഏറ്റവും വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവിടെ നടക്കണമെങ്കിലും അതിനുള്ള പേ ബാക്കും പ്രോഫിറ്റും തിരിച്ചു കിട്ടുന്നില്ല. റിയൽ പ്രോഫിറ്റ് പൂൾ ലൈസ് ഇൻ ദ ലെയർ 5, ദാറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ലെയർ, ആൻഡ് ദാറ്റ് ഈസ് വെയർ ഇന്ത്യൻ കമ്പനീസ് ഓപ്പറേറ്റ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഒരു ടേക്ക് എന്നത്. ബട്ട് മാർക്കറ്റിലെ ട്രേഡ് ആ 5ലേക്ക് എത്തിയിട്ടില്ല. മാർക്കറ്റ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് ഈ പവർ കമ്പനീസ്, സെമി കണ്ടക്ടർ ചിപ്പ് കമ്പനീസ്, ഇതിൻ്റെ അവിടെയാണ് ഒരു വെൽത്ത് ക്രിയേഷൻ നടക്കുന്നത് എന്നുള്ള. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ മാഗ്നിഫിസൻറ്റ് 7 സ്റ്റോക്സ് അല്ലെങ്കിൽ NVIDIA സ്റ്റോക്സ്, AMD സ്റ്റോക്സ്, പിന്നെ മെമ്മറി ചിപ്സ് ആയിട്ടുള്ള മൈക്രോൺ, ഇത് അതുമാത്രമല്ല സൗത്ത് കൊറിയയിലെ SK ഹൈനിക്സ്, സാംസങ്, TSMC ഒക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് ഈ AIയുടെ സൈക്കിളിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബൂമാണ്. അവിടെ ഒരു സ്ഥലം വന്ന് വാല്യുവേഷൻ പീക്ക് ചെയ്ത് കഴിഞ്ഞാൽ മണി റൊട്ടേറ്റ് ചെയ്ത് ഓരോ സ്റ്റാക്കുകളിലായിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കും. അവിടെ സ്റ്റാക്ക് 5ലേക്ക് എന്നാണോ ഗ്ലോബൽ മണി ഫ്ലോ ചെയ്യുന്നത് അന്ന് അവിടെ മനസ്സിലാവും അവിടെ ഒരു റിട്ടേൺ വരുന്നുണ്ട്, പ്രോഫിറ്റ് വരുന്നുണ്ട്. അവിടെയാണ് ഇന്ത്യൻ കമ്പനീസ് ഓപ്പറേറ്റ് ചെയ്യണത് എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ അതിന് മുമ്പായിട്ട് ഒരു പെയിൻ പീരീഡ് ഉണ്ട്. അതായത് ആ വിഷമകരമായിട്ടുള്ള പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ബ്രൂട്ടൽ. ആ ബ്രൂട്ടൽ കാലഘട്ടത്തിൽ കൂടി ഇന്ത്യൻ IT കമ്പനീസ് പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാനിതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടുള്ള മൈ പേഴ്സണൽ ടേക്ക് മീ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഞാൻ ഈ പറയണമൊന്നും കറക്റ്റ് ആവണമെന്നില്ല. അറ്റ് ദ എൻഡ് ഓഫ് ഡേ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഇന്ത്യൻ കമ്പനീസ് ചെയ്യുന്ന, ഇപ്പോൾ നമ്മൾ ഇന്ന് HCL ടെക് ഇസ് ഹൈ, HCL ടെക്കിന് ഏതൊരു AI ഓർഡർ കിട്ടി. ഞാൻ പറഞ്ഞില്ലേ AI ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലോകത്തുള്ള പല കമ്പനിയിലും ഇൻക്ലൂഡിങ് ഫോർമുല 1 പോലും പല സ്ഥലത്തും ഈ അനലിറ്റിക്സും സോഫ്റ്റ്വെയറും ഒക്കെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഔട്ട്സോഴ്സ്ഡ് ആയിട്ടുള്ള വർക്ക് ചെയ്തിരിക്കുന്നത് കൂടുതലും നമ്മുടെ ഇൻഫോസിസും വിപ്രോയും TCSും ഒക്കെയാണ് എന്നുള്ള. ആ സോഫ്റ്റ്വെയറിലേക്ക് AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇതേ കമ്പനികളായിരിക്കും. വേറൊരു തേർഡ് പാർട്ടി കമ്പനി വന്നോ ഒരു AIയുടെ ChatGPT, OpenAI, ആന്ത്രോപിക് ഒന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ഈ കമ്പനികൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള. അങ്ങോട്ടേക്ക് ട്രേഡ് വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഒരു ലെവലിൽ കൂടുതൽ ഇത് താഴേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വാല്യൂ ബേസ്ഡ് ബൈയിങ് പല സ്ഥലത്തായിട്ട് നടക്കും. അത് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കും. ബട്ട് ഇപ്പോഴും we are not in a position to say that Indian IT is out of the woods എന്ന് പറയാറായിട്ടില്ല. But even then there seems to be a value investing or value buying somewhere എന്നുള്ളത്. സൂര്യ സാർ, അതിൽ എനിക്കൊരു ചോദ്യമുള്ളത്, ലെറ്റ്സ് ടേക്ക് IT ഔട്ട് ഓഫ് ദി ഇക്വേഷൻ. നമ്മൾ ഈ IT സ്റ്റോക്സ്, നിഫ്റ്റി IT സ്റ്റോക്സിനെ Nifty 50യിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്കിങ് സ്റ്റോക്കുകൾ, 2 മേജർ ബാങ്കിങ് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് 1.38%, കോട്ടക് മഹീന്ദ്ര ബാങ്ക് 3.13% റിട്ടേൺ ആണ് 5 year CAGR ഇൻവെസ്റ്റേഴ്സിന് റിസീവ് ചെയ്തിട്ടുള്ളത്. മേജർ ആയിട്ടുള്ള ഒരു ഫാർമ സ്റ്റോക്ക് നോക്കിയാൽ ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ് 3.8%. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് കമ്പനീസ് ആയിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 4.5%. ഈ ഐ ടി ഔട്ട് ഓഫ് ദി ഇക്വേഷൻ എടുത്താൽ പോലും മറ്റുള്ള സ്റ്റോക്കുകളാണെങ്കിൽ പോലും Nifty 50യിൽ അത്രയും നല്ല രീതിയിലുള്ള റിട്ടേൺ 5 year ആനുവൽ CAGR റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നില്ല. സോ അത് പറയുന്നത്
IT ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ IT കൂടുതലായിട്ട് ട്രഡീഷണൽ മറ്റ് ബിസിനസ്സിൽ നിന്ന് മാറി ഈ AI ഫോക്കസ്ഡ് ആയിട്ടുള്ള IT ബിസിനസ്സിലേക്ക് കൂടുതൽ ഫോക്കസ് പോകുന്നുണ്ടോ, അതോ ഓവറോൾ ആയിട്ട് Nifty 50 എന്നൊരു ഇൻഡെക്സിനെ തന്നെ ഒരു വീക്ക്നെസ് ലാസ്റ്റ് 5 ഇയറിൽ ബാധിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് ഒരു ഡൈനാമിക്സ് വർക്കൗട്ട് ചെയ്യുന്നത്? തോമസ്, ഇതിൽ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും സ്റ്റോക്ക് നമ്മുടെ കയ്യിലിരിക്കുകയാണെന്ന് വിചാരിക്കാം. FMCG സ്റ്റോക്കായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അല്ലെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കായ HDFC ബാങ്കോ കോട്ടക് ബാങ്കോ ഒക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മളിത് മേടിച്ചിരിക്കുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷനാണ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണിയുടെ മാർക്കറ്റിലുള്ള ഇമ്പാക്റ്റ് മാത്രമേ അതിനകത്തുള്ളൂ. എന്നാൽ ലാർജർ മണി ലോകത്ത് എന്താ ചെയ്യണമെന്ന്, അതായത് ബൾക്ക് ഓഫ് മണി, ഈ ബൾക്ക് ഓഫ് ഗ്ലോബൽ മണി എപ്പോഴും മൊമെൻറ്റം ചേസ് ചെയ്ത് പോകും. മൊമെൻറ്റം ചേസ് ചെയ്ത് പോകുന്ന വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ നമ്മൾ ലിറ്ററൽ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് അല്ലെങ്കിൽ എ സ്റ്റോക്ക് പ്രൈസ് ഡിസ്കൗണ്ട്സ് ഫ്യൂച്ചർ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഓഫ് എ കമ്പനി. ഫ്യൂച്ചർ ഏർണിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കൂടുതലും ഈ പറയുന്ന പോലെ AI സ്റ്റാക്കിലെ ഇപ്പോഴത്തെ നമ്മൾ ഈ പറയുന്ന ലോവർ ലെയറിലെ സ്റ്റാക്ക് 1, സ്റ്റാക്ക് 2, സ്റ്റാക്ക് 3 കമ്പനികളിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് വരുന്നത്. ആ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെയല്ല. ഇമാജിൻ ഒരു ഇന്ത്യൻ കമ്പനി ഗ്രോ ചെയ്യണത് 3%, 4% ആണ്. ഞാനിത് ഇന്ത്യ എന്ന് വിചാരിക്കേണ്ട, ഇന്ത്യയിലെ ഒരു കമ്പനി ഗ്രോ ചെയ്യണമെന്ന് വെച്ചാൽ ഈക്വലൻ്റ് ആയിട്ട് NVIDIA അവിടെ ഗ്രോ ചെയ്യുന്നത് 60%, 65%. അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, വി ഹാവ് ഗോട്ട് എ ബിഗ് മണി എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും? അറ്റ് ദ സെയിം ടൈം NVIDIAയുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിളും ഇന്ത്യൻ കമ്പനിയുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിളും ഓൾമോസ്റ്റ് സിമിലറാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കത് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടാകും. കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്, ഇതിൽ പല സെക്ടർ വരും, അമേരിക്ക പോലെ കോൺസെൻട്രേറ്റഡ്, ഇതൊക്കെ നമുക്ക് ഒരു ഡിഫൻസിന് വേണ്ടി പറയാമെന്നല്ലാതെ ലോകത്തുള്ള പൈസ വിൽ ഓൾവേസ് ടേസ്റ്റ് പ്രോഫിറ്റ്സ്. അവിടെ എവിടെയാണോ ഇപ്പം നമുക്കറിയാലോ SK ഹൈനിക്സ്, സാംസങ്, അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ പൈസ അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തു. പൈസ എപ്പോഴും അങ്ങനെയാണ്. എന്നാണോ ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു ത്രഷോൾഡ് ലിമിറ്റിൽ കൂടുതൽ ഒരു 12%, 15%, 18% ഗ്രോ ചെയ്യാൻ പറ്റുന്നത്, അന്ന് ഈ പൈസ തിരിച്ചു വരും എന്നുള്ള. അപ്പോൾ ഗ്രോത്ത് ട്രിഗർ ചെയ്യുക എന്നുള്ള. അത് മാത്രമല്ല, ഇപ്പോൾ FMCG കമ്പനീസായി കോവിഡിന് ശേഷം, ഞാൻ അതാ പറയുന്നത്, അതായത് ഇപ്പോൾ കോവിഡിൻ്റെ തന്നെ നമ്മളൊരു സ്റ്റാറ്റിക് എടുക്കാൻ നോക്കിയാൽ, കോവിഡിൽ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ലോയിലേക്ക് വന്നു. അവിടുന്ന് ഇന്നേ വരയ്ക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യൂ എത്രയായി എന്നറിയോ? $94 ട്രില്യൺ ആയി. $94 ട്രില്യൺ എന്ന് പറഞ്ഞാൽ കോവിഡ് ലോയിൽ നിന്നും 131% കയറിയിരിക്കുന്നത്. 131%. ആ 131% കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ പലതിലും ഈ FMCG ഇൻഡെക്സ് കമ്പനികളിൽ ഇല്ല എന്നുള്ളതാണ്. അവിടെ ഒരു സെക്ടർ റൊട്ടേഷൻ വന്നിരിക്കുന്നു എന്നുള്ള. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പറയണ ഈ ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് $95 ട്രില്യൺ ആണെന്ന് പറഞ്ഞു. അതായത് ലോകത്തുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ $94 ട്രില്യൺ. ഈ 94 ട്രില്യൺ എന്ന് പറഞ്ഞാൽ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഗ്ലോബൽ GDP? ഇറ്റ് ഈസ് അറൗണ്ട് 134% ഓഫ് ഗ്ലോബൽ GDP, വിച്ച് ഈസ് എ റെക്കോർഡ് എന്നുള്ളത്. ആ GDP പ്രൊവൈഡ് ചെയ്ത കമ്പനി ഏതൊക്കെയാണ് ലോകത്ത്? കൂടുതലും ഈ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം വന്നിരിക്കുന്നത് AI റിലേറ്റഡ്, ഡേറ്റാ സെൻറ്റർ റിലേറ്റഡ്, മെമ്മറി റിലേറ്റഡ് സ്റ്റോക്സിലേക്കാണ് വന്നത്. അപ്പോൾ പൈസ അങ്ങോട്ടേക്ക് ചേസ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, വി കനോട്ട് റൈറ്റ് എ ഡെത്ത് നോട്ട് ഫോർ ദീസ് കമ്പനീസ്. ബട്ട് ഈവൻ ദെൻ വാല്യുവേഷൻ ഈ പറയുന്ന പോലെ അട്രാക്റ്റീവായിട്ട് വരണം. ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ സ്ലോ ആയിട്ട് ഗ്രോ ചെയ്യണ കമ്പനിയുടെ വാല്യുവേഷൻ ഇപ്പോഴും ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിൻ്റെ പ്രൈസ് താഴേക്ക് വന്നിട്ട് വാല്യുവേഷൻ കറക്റ്റ് ചെയ്താലേ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. ഇവിടെ FIIs ഈ വില കൂടിയ സ്റ്റോക്കുകളിൽ സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ സിപ്പ് വന്ന് ഇത് മേടിക്കുന്നുണ്ട്, ഇതിൻ്റെ പ്രൈസ് താഴേക്ക് കറക്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഈ പറയുന്ന പോലെ ഏർണിങ്സും വരുന്നില്ല, സ്റ്റോക്കും കറക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സൈഡ് വേസിൽ കൂടി ഒരു ടൈം കറക്ഷനിൽ കൂടിയാണ് ഈ ഇൻഡെക്സിലെ പല സ്റ്റോക്കുകളും പോണത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൗർഭാഗ്യകരമായിട്ടുള്ളത്. എന്നാൽ ഇത് വീണു എന്ന് വെച്ചോളൂ, അതായത് ലോവർ ഏർണിങ്സിന് അതുല്യമായിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് വീണിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ലോവർ ലെവലിൽ നിന്ന് ഒരു ബൈയിങ് വന്നേനെ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ് എന്നുള്ള. എനിവേ, ദാറ്റ് ഈസ് വി വിൽ കീപ്പ് ഇറ്റ് ഫോർ അനദർ ഡേ. ഇന്നിപ്പോൾ നമ്മൾ സ്പോട്ട് ലൈറ്റിലേക്ക് നമ്മൾ ഇന്ന് പറയുന്നുണ്ട് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ഷോ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് ഡേവിഡ് ആൻഡ് ഗൊലയാത്ത്. ഡേവിഡ് ആൻഡ് ഗൊലയാത്ത് എന്ന് പറഞ്ഞാൽ ഡേവിഡ് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ ചലഞ്ച് ചെയ്ത, അതിൻ്റെ സെക്ടറിൽ ചലഞ്ച് ചെയ്ത ഗോലയാത്ത് എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ ചലഞ്ച് ചെയ്ത ഡേവിഡ് എന്ന് നമ്മൾ പറയപ്പെടുന്ന ഒരു സ്മോൾ ഇന്ത്യൻ കമ്പനിയുടെ കഥയാണ് പറഞ്ഞത്. അവരുടെ ടെറൈനിൽ, അതായത് അവരുടെ ഏറ്റവും വലിയ ബിസിനസ്സിൽ ചലഞ്ച് ചെയ്ത ഒരു ഇന്ത്യൻ ഡേവിഡിൻ്റെ കഥ, ആ ഗൊലയാത്തിനെ അടിച്ച ഒരു ഇന്ത്യൻ ഡേവിഡിൻ്റെ കഥയാണ് നമ്മൾ ഈ പറയണതെന്നുള്ള. ഈ ഡേവിഡും ഗൊലയാത്തും നമ്മൾ കഴിഞ്ഞ കൊല്ലം
സ്പോട്ട്ലൈറ്റ് ബിസിനസ്സിൽ അവതരിപ്പിച്ച സ്റ്റോക്കുകൾ തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. ബട്ട് ഐ വിൽ കം ഇൻ ടു ദാറ്റ് അറ്റ് എ ലേറ്റർ സ്റ്റേജ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് US ട്രഷറിയിലൊക്കെ നോക്കാൻ നേരത്ത് ഈ പറയുന്ന പോലെ പേറോൾ ഡേറ്റ, US നോൺ ഫാം പേറോൾ ഡേറ്റ ഡസൻ ലുക്ക് ഗുഡ്. അത് ഏതാണ്ട് 57,000 എന്നുള്ള രീതിയിൽ മാത്രമേ വന്നുള്ളൂ. മാർക്കറ്റ് എക്സ്പെക്ടേഷൻ 1.15 ലാക്ക് ആയിരുന്നു. അത്രയും നടന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാളെ വരേണ്ട ഡേറ്റയാണ് ഫ്രൈഡേ. ബട്ട് ഇന്ന് വന്നേക്കണ കാര്യം വെച്ചാൽ നാളെ US മാർക്കറ്റിൽ ഹോളിഡേ, ലോങ് വീക്കെൻഡ് ആണ് US മാർക്കറ്റിലേക്ക് പോകണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, എനിക്ക് തോന്നുന്നു അതിലേക്ക് വരുന്ന കാരണം സാറ്റർഡേ ആണ് ഇൻഡിപെൻഡൻസ് ഡേ. അതുകൊണ്ട് ഇന്ന് US മാർക്കറ്റ് ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഡേറ്റാസ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണമെന്നല്ല. അപ്പോൾ 10-year ബോണ്ട് ഈൽഡ് ഞാൻ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 4.46%, 30-year ബോണ്ട് ഈൽഡ് 4.98%. അത് മാത്രമല്ല അൺഎംപ്ലോയ്മെന്റ് റേറ്റ് US എക്സ്പെക്ടേഷൻ 4.3 ആയിരുന്നു, ഏതായാലും 4.2 ആണ് വന്നിരിക്കുന്നത് എന്നുള്ള. ഞാൻ ഓയിൽ പ്രൈസ് ഒരു ഗ്ലോബൽ ക്യൂസ് ആയിട്ട് എടുത്ത് നോക്കിയപ്പോൾ ബ്രന്റ് ഏതാണ്ട് $72 to $73 പെർ ബാരൽ, WTI US ക്രൂഡ് ഏതാണ്ട് $68.94 പെർ ബാരലിൽ ട്രേഡ് ചെയ്യുന്നു. വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും അവിടെ വന്നില്ല. ബിക്കോസ് ട്രാഫിക് ത്രൂ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഭയങ്കര രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് ഇൻഫർമേഷൻ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം, നമ്മുടെ കെവിൻ വാഷ്, അതായത് ഫെഡിൻ്റെ ചെയർമാൻ, അദ്ദേഹം യൂറോപ്യൻ യൂണിയൻ സെൻട്രൽ ബാങ്ക് ഫോറത്തിൻ്റെ ഒരു സബ്മിറ്റിൽ സിൻട്ര പോർച്ചുഗലിൽ നടന്നത്, അതിൽ അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ കാര്യം US ഇപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഭീതി എന്ന് പറഞ്ഞാൽ US ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമെന്നുള്ളതാണ്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വെച്ചാൽ പോർച്ചുഗലിലെ സ്പീച്ചിൽ അദ്ദേഹം പറയുന്നത് US കൺസ്യൂമർ പ്രൈസ് കയറിപ്പോകുന്നു എന്നുള്ള കാര്യം കറക്റ്റ് തന്നെയാണ്. ബട്ട് ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്യണത് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ ഭയങ്കരമായിട്ട് കുറഞ്ഞു, അതായത് കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ഇൻഫ്ലേഷനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. കാര്യം ഓയിൽ പ്രൈസ് കാരണമായിരുന്നു നമുക്ക് ഇൻഫ്ലേഷൻ്റെ ഒരു ചാൻസ് വന്നത്. യുദ്ധം തീർന്നതോടുകൂടി ഓയിൽ താഴെ വന്നതോടുകൂടി അതിൻ്റെ ത്രെട്ട് തീർന്നു എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞു എന്നുള്ള. ബട്ട് അത് ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചിരുന്നു, ഫെഡിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2% ഇൻഫ്ലേഷൻ. നമുക്കറിയാലോ ഏതാണ്ട് ആസ് ഓഫ് മേ ഡേറ്റ 4.1% ആണ്. അതുകൊണ്ട് 2% എന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. എന്നാൽ ജൂലൈ 28-29 വരുന്ന ഫെഡ് മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നതാണ്. മാർക്കറ്റിലാണെങ്കിൽ മാർക്കറ്റിൽ ഇതിൻ്റെയൊക്കെ ഡേറ്റ വെച്ച് നോക്കുമ്പോഴേ മാർക്കറ്റിൽ ഒരു ഭീതി ഉണ്ടോ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഓക്കെ, 30% ഓഫ് ദ മാർക്കറ്റ് ഈസ് പ്രൈസിങ് ഇൻ ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഇൻ ജൂലൈ 28-29. ബട്ട് ഗോഡ് നോസ് അത് നടക്കുമോ നടക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയില്ല. ബട്ട് ഈവൻ ദാറ്റ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ലെസ് ഹോക്കിഷ് ദാൻ ഫിയർഡ്, അത്രത്തോളം ഹോക്കിഷ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കുകൾ ഒരു ഹോക്കിനെ പോലെ, കഴുകനെ പോലെ ഇൻഫ്ലേഷനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഹോക്കിഷ്. ഡൗഷ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സോഫ്റ്റർ സ്റ്റാൻഡ്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ്റെ ആ സ്റ്റാൻഡ് വലിയ രീതിയിൽ ഹോക്കിഷ് അല്ലാത്തത് കാരണം ഗോൾഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കയറി. നമ്മളറിയാലോ ഗോൾഡ് ഇറങ്ങാൻ കാര്യം വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് US കൂടുകയാണെങ്കിൽ ഈ നോൺ ഈൽഡിങ് അസറ്റായിട്ടുള്ള ഗോൾഡ് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പൈസ ഈ ഗോൾഡിൽ നിന്നും സ്റ്റോക്കിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ചുകൂടി ഹൈ ഈൽഡിങ് അസറ്റ് ആയിട്ടുള്ള US ട്രഷറിയിലോ ക്യാഷിലോ പോകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ഈ കെവിൻ വാഷിൻ്റെ സംസാരത്തോടു കൂടി ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു ശമനം വന്ന സ്ഥിതിക്ക് പൈസ ഗോൾഡിലേക്ക് ചെറുതായിട്ട് കയറി. ഞാൻ നോക്കുമ്പോൾ ഗോൾഡ് ഭേദപ്പെട്ട് $4,116 പെർ ഔൺസും സിൽവർ ഏതാണ്ട് $60 പെർ ട്രോയ് ഔൺസിലും ട്രേഡ് ചെയ്യണു എന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാവണു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സുഖകരമായിരുന്നു എന്നുള്ള. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ, ഈ പ്രൈവറ്റ് പേറോൾ ഡേറ്റ 98,000 ജോബ്സ് വേഴ്സസ് എക്സ്പെക്ടേഷൻ ഓഫ് 118,000 വന്നതും ഗോൾഡ് ചെറുതായിട്ടൊന്ന് കയറാൻ കാരണമായി എന്നുള്ള. ഇന്നലെ സൗത്ത് കൊറിയൻ മാർക്കറ്റ് 7.8%, നിയർലി 8% ആണ് വീണ്. SK ഹൈനിക്സ് വാസ് ഡൗൺ ബൈ -15%, സാംസങ് വാസ് ഡൗൺ ബൈ -9.2% എന്നുള്ള. അപ്പോൾ ഈ രണ്ട് കമ്പനിയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള അവരുടെ മാർക്കറ്റ് ക്യാപ്പ് SK ഹൈനിക്സ് ആൻഡ് സാംസങ് താഴെ വന്നത് $290 ബില്യൺ ആണെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാവേണ്ടത്. ഞാൻ പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണത്, നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ പറഞ്ഞാണ് ട്രംപും അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റും. ഈ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നത് കംപ്ലീറ്റ് ഈ പറഞ്ഞ രണ്ട് മെയിൻ ഈവൻ്റാണ്. കഴിഞ്ഞ കൊല്ലം നടന്ന ടാരിഫും ഈ കൊല്ലം നടന്ന വാറും. ഈ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും അത് കാരണം ഉണ്ടായിട്ടുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ്സിനും ട്രംപ് വലിയ രീതിയിൽ പ്രോഫിറ്റ് ചെയ്തു എന്നുള്ളൊരു ഇൻഫർമേഷൻ നമ്മുടെ പുറത്തോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് US ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതായത് US ഓഫീസ് ഓഫ് ഗവൺമെൻറ് എത്തിക്സ് എന്നാണ്. അവർ വർക്ക് ചെയ്യുന്നത് ആസ് പെർ
എത്തിക്സ് ഇൻ ഗവൺമെൻറ് ആക്ട് ഓഫ് 1978. അത് പറയണ കാര്യം എന്ന് വെച്ചാൽ അത് എല്ലാവരോടും പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഹൈ പൊസിഷനിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പിന്നെ പല ക്യാബിനറ്റ് സെക്രട്ടറീസ്, പിന്നെ വൈറ്റ് ഹൗസിലെ വളരെ സീനിയർ സ്റ്റാഫ്, അതായത് ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന വലിയ ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ എന്തൊക്കെ ഡീലിങ്സ് ഉണ്ട് എന്നുള്ളത് അവർ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതിനെക്കുറിച്ച് പബ്ലിക് അവെയർ ആയിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ള. അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റുകൾ നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ടോ നിങ്ങൾ 30-45 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അവിടെ ഒരു റൂളുണ്ട്. എന്നാൽ ട്രംപ് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആസ് പെർ ട്രംപിൻ്റെ തന്നെ ഡിസ്ക്ലോഷർ. ശരിക്കും പറഞ്ഞാൽ ട്രംപ് NVIDIA ഷെയർ, ആപ്പിൾ ഷെയർ ഒക്കെ മേടിച്ചിരുന്നു ഈ ഫസ്റ്റ് ടാരിഫ് പോസ്, അതായത് 90 days ഒരു ടാരിഫ് പോസ് പറഞ്ഞല്ലോ, അതിന് ജസ്റ്റ് മുമ്പായിട്ട് അദ്ദേഹം ഇതൊന്ന് പ്രഖ്യാപിച്ചിരുന്നു, ഈ സ്റ്റോക്കുകളൊക്കെ മേടിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ശരിക്കും ഈ പറയുന്ന പോലെ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു April 8, 2025 ആ ട്രേഡ് നടത്തുന്നത്, കഴിഞ്ഞ കൊല്ലം April 8. എന്നാൽ ഈ പറയുന്ന എത്തിക്സ് കമ്മിറ്റി അല്ലെങ്കിൽ US ഓഫീസ് ഓഫ് ഗവൺമെൻറ് എത്തിക്സ് പ്രകാരം 30 തൊട്ട് 45 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ശരിക്കും പറഞ്ഞ ഒരു May 2025 ഇദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യണമായിരുന്നു. പക്ഷേ മേയിലൊന്നും അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്തില്ല. 35-40 ദിവസം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അയാൾ ചെയ്യുന്നത് ഇപ്പോഴാണ് June 30, 2026, ഏതാണ്ട് ഒരു കൊല്ലത്തിന് മുകളിൽ ശേഷമാണ് അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ള. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ഉണ്ടെങ്കിലും ഇതിലൊക്കെ പ്രസിഡന്റ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ US റൂൾസ് ഒന്നും വലിയ സ്ട്രോങ് ഒന്നും അല്ല അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാനൊക്കെ. നമ്മൾ ഇന്നലെ അഡാനിയുടെ കേസിൽ പറഞ്ഞത് എന്താ? അഡാനി കേരള ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ അല്ലെങ്കിൽ അപ്രൂവൽ സീക്ക് ചെയ്യുന്നതിന് മുമ്പേ, അതോറിറ്റിയുടെ സീക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സെബിയുടെ നിയമപ്രകാരം 12 മണിക്കൂർ മുതൽ 24 മണിക്കൂറിനുള്ളിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഡിസ്ക്ലോഷർ നോംസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറച്ചുകൂടി ടൈറ്റാണ് എന്നുള്ള. ബട്ട് അവിടെ തന്നെ US നോക്കുമ്പോൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഡിസ്ക്ലോസ് ചെയ്യുന്ന കാര്യത്തിൽ ഇവിടെ ഈ പറയുന്ന പോലെ അത്രയ്ക്ക് മാത്രം ഈ ട്രേഡ് ഒന്നും പറയുന്നില്ല. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ട്രംപ് January 20, 2025 മുതൽ നമ്മൾ ഇന്നേ വരയ്ക്കും ട്രംപ് എന്തോരം കാശ് അതിനകത്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഫോർബ്സ് പറയണത്, അതായത് റിയലൈസ്ഡ് ആയിട്ടുള്ള ഗെയിൻ ഉണ്ട്. അതായത് ട്രംപിൻ്റെ അക്കൗണ്ടിൽ റിയലൈസ് ചെയ്ത്, അതായത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഏതെങ്കിലും ഒരു ട്രേഡ് ഉണ്ട്. അത് കൂടാതെ ഇന്നും ഹോൾഡ് ചെയ്യുന്ന അൺറിയലൈസ്ഡ് ഗെയിൻ ഉണ്ട്. അതിനെ നമ്മൾ പേപ്പർ ഗെയിൻ എന്നാണ് പറയുന്നത്. കാര്യം വെച്ചാൽ അതിനെന്ത് വേണമെങ്കിലും ഫ്ലക്ച്വേറ്റ് ചെയ്യാം. റിയലൈസ് ചെയ്തത് കറക്റ്റ് ഫാക്റ്റാണ്, അത് കിട്ടി. ഇതെല്ലാം കൂടെ ചേർത്ത് ഫോർബ്സ് പറയുന്നത് ഏതാണ്ട് January 2025 മുതൽ March 2026 വരെ ട്രംപ് നോക്കുകയാണെങ്കിൽ ട്രംപിൻ്റെ നെറ്റ്വർത്ത് $4.2 ബില്യൺ നെറ്റ്വർത്ത് ആയി എന്നാണ് പറയുന്നത്. വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത് എന്താ പറയുക? January 25 മുതൽ December 25 വരെ ട്രംപിൻ്റെ നെറ്റ്വർത്ത് $4 ബില്യൺ ആയി. ന്യൂയോർക്കർ പറയുന്നത് January 2025 മുതൽ August 2025 വരെ $3.4 ബില്യൺ. റോയിറ്റേഴ്സ് പറയുന്നത് $2.3 ബില്യൺ ഫ്രം January 2025 ടു June 2026. ഫോർബ്സിൻ്റെ മാഗസിൻ പറയുന്നത് ട്രംപിന് ഏതാണ്ട് ആസ് ഓൺ May $6.5 ബില്യൺ ടോട്ടൽ നെറ്റ്വർത്ത് ഉണ്ട് എന്നുള്ള. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം, ഈ ഒപ്പോസിഷൻ ഉണ്ടല്ലോ, അവിടുത്തെ ഡെമോക്രാറ്റ്സ്, ആ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അവിടെ ഒരു ഫിനാൻഷ്യൽ റിസർച്ച് ആമുണ്ട്, അവരുടെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടിക്ക്. അതായത് ഇതേപോലത്തെ ഈ കറപ്ഷനൊക്കെ കണ്ടുപിടിക്കാൻ അവർ പറഞ്ഞു വെച്ചാൽ ട്രംപിൻ്റെ നെറ്റ്വർത്ത് ഏതാണ്ട് $9.7 ബില്യൺ വരെ ആയിട്ടുണ്ട് എന്നുള്ള. അത് മാത്രമല്ല $600 മില്യൺ പുറം രാജ്യങ്ങളിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവർ പറയുന്നത് $9.7 ബില്യൺ ആയി എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇതിനകത്ത് ഈ ട്രംപ് ലിബറേഷൻ ഡേ ആ ടാരിഫ് ഏപ്രിലിൽ കൊണ്ടുവന്നല്ലോ 2025, അന്ന് S&P 500 ഏതാണ്ട് 4 സെഷൻ, അതായത് April 2 മുതൽ April 8, 2025 നോക്കുകയാണെങ്കിൽ 4 സെഷൻ കൊണ്ട് ഈ S&P 500 താഴെ വന്നത് 20%. സാധാരണ നമ്മൾ ജനറലി പറയും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് 20% കട്ട് ചെയ്ത് കൂടുതൽ താഴെ പോവുകയാണെങ്കിൽ ബെയർ മാർക്കറ്റ് ടെറിട്ടറി കയറുന്നു പറയും. അന്ന് US മാർക്കറ്റ് ഏതാണ്ട് 20% അടുപ്പിച്ച് വരെ വന്നു, അതായത് ബെയർ മാർക്കറ്റിൻ്റെ വക്കിൽ വരെ വന്ന് എത്തിയിരുന്ന ഒരു സമയമുണ്ട് എന്നുള്ള. എന്നാൽ അദ്ദേഹം നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈ US ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് സ്റ്റിൽ സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്, അതായത് സോഷ്യൽ മീഡിയയിൽ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം ഇട്ട് ഗ്രേറ്റ് ടൈം ടു ബൈ എന്ന് പറഞ്ഞാണ് അദ്ദേഹം മെസ്സേജ് ഇട്ടതെന്നുള്ള. വിത്തിൻ അവേഴ്സ് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ടാരിഫിന് ഒരു 90-day പോസും കൂടെ കൊണ്ടുവന്നു എന്നുള്ള. അവിടുന്ന് S&P 500 റീബൗണ്ട് ചെയ്തത് 9.5% ആണ്. അതായത് സിംഗിൾ ഡേ ട്രേഡിംഗ് റെക്കോർഡാണ് അവിടെ നടന്നതെന്നുള്ള. അന്ന് S&P 500 ഉണ്ടല്ലോ, അന്ന് മുതൽ ആ ഒരു
90-day പോസ് മുതൽ ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ S&P 500 50% ആ ലെവലിൽ നിന്ന് കയറി എന്ന് പറയുമ്പോൾ ട്രംപ് എത്രത്തോളം കാശുണ്ടാക്കി നോക്കിയോ. April 8 ലോയിൽ നിന്നും ഈ ട്രംപിൻ്റെ ഈ ഒരൊറ്റ വാക്ക് കാരണം ഒരൊറ്റ സിംഗിൾ ഡേ ആപ്പിൾ 15% കയറി. അതായത് 1998 ശേഷം ഇത്രയും വലിയൊരു കയറ്റം, ഒരു സിംഗിൾ ഡേ കയറ്റം ആപ്പിളിന് കിട്ടിയിട്ടില്ല. NVIDIA ആണെങ്കിലോ 19% കയറി എന്നുള്ളതാണ് മനസ്സിലാണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്ലോഷർ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ 927 പേജ് ഡിസ്ക്ലോഷറിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം 327 സ്റ്റോക്ക് പർച്ചേസുകൾ നടത്തി April 8, 2025. അതിനകത്ത് ആപ്പിൾ ഉണ്ട്, അതിനകത്ത് NVIDIA ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, ആമസോൺ ഉണ്ട്, ആൽഫബറ്റ് ഉണ്ട് എന്നൊക്കെ നടത്തി. അതായത് ട്രംപ് എന്നാണോ 90-day പോസ് പറഞ്ഞത് അതിന് ജസ്റ്റ് ഒരു ദിവസം മുമ്പെയാണ് ഈ ട്രേഡ് നടത്തിയത്. ഈ അന്ന് നടത്തിയ 327 സ്റ്റോക്ക് പർച്ചേസ് ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ട്രേഡിംഗ് ഡേ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത് March 5 ആണ്, ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ഡേ. അന്ന് അദ്ദേഹം 640 ട്രേഡ് നടത്തി എന്നുള്ള മനസ്സിലായി. അതായത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ January 30 അദ്ദേഹം 635 ട്രേഡ് നടത്തി. അതായത് പല സമയത്തായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം വലിയ രീതിയിൽ ട്രേഡ് നടത്തി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്നുള്ള. അദ്ദേഹം അതിനൊക്കെ പറയുന്ന ഉത്തരം എന്താ അറിയോ, ഞാൻ ഇതിനകത്തൊന്നും ഇടപെടാറില്ല, എൻ്റെ ഫണ്ട് ഹൗസാണ് ഇത് ചെയ്യുന്നത്, ആ ഫണ്ട് ഹൗസിനോട് ഞാൻ സംസാരിക്കാറുമില്ല. എളുപ്പമായില്ലേ, ഇനിയിപ്പോൾ ഒന്നും ചോദിക്കാനില്ലല്ലോ. അതുമാത്രമല്ല August 18, 2025 അദ്ദേഹം 5 തൊട്ട് 25 മില്യൺ ഡോളേഴ്സിന് ആപ്പിളും മൈക്രോസോഫ്റ്റും NVIDIA അദ്ദേഹം വീണ്ടും മേടിച്ചു എന്നുള്ള. ഇപ്പോൾ ഏതാണ്ട് ഡിസ്ക്ലോഷർ പറയുന്നത് NVIDIA $5 million അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട്, ആപ്പിൾ $5 million ഹോൾഡ് ചെയ്യുന്നു, പാലാന്റിറിൽ $1 million ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ റിയൽ എസ്റ്റേറ്റ് ഗോൾഫിൽ നിന്നൊക്കെ, അതായത് റിയൽ എസ്റ്റേറ്റും ഗോൾഫിൽ നിന്നും ട്രംപിന് ഏതാണ്ട് $500 million വരവുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണേ. അതുമാത്രമല്ല ഈ ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് അതെന്ന് പറയുന്നത് ആ കമ്പനിയാണ് ഈ ട്രംപ് തന്നെ എപ്പോഴും എഴുതുന്ന സോഷ്യൽ മീഡിയ ഇതായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിൻ്റെ മദർ കമ്പനി. അതിൽ നിന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ ഷെയർ വാല്യൂവിൽ അൺറിയലൈസ്ഡ് ഗെയിൻ ആയിട്ട് $1.2 ബില്യൺ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ, ലീഗൽ സെറ്റിൽമെൻറ്റ് വഴി ഇദ്ദേഹത്തിന് $80 million കിട്ടുന്നുണ്ട്. ലീഗൽ സെറ്റിൽമെൻറ്റ് പറഞ്ഞാൽ ഇയാൾ പലരുമായിട്ട് കേസ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ ആയിട്ട്? ABC ന്യൂസ്, CBS ന്യൂസ് ആയിട്ട്, മെറ്റയായിട്ട്, യൂട്യൂബായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് അവിടെ നിന്നെല്ലാം കൂടെ കിട്ടിയ കാശ് പോലും ഈ ഡിസ്ക്ലോഷറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല ട്രംപേ വലിയ രീതിയിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ബൈബിൾ സെല്ല് ചെയ്തിട്ട്, ഗിറ്റാർ സെല്ല് ചെയ്തിട്ട്, വാച്ച് സെല്ല് ചെയ്തിട്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഫ്രേഗ്രൻസ് വരെ സെല്ല് ചെയ്ത ആൾ കാശുണ്ട്. എനിക്ക് തോന്നുന്നു ബൈബിൾ സെല്ല് ചെയ്ത് $3 million വരെ നേടിയ ഒരു വ്യക്തിയാണ് ഇത് എന്നുള്ളത്. മൊബൈൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള. അപ്പൊ പക്ഷേ ഈ പറയുന്ന ഈ ഡെമോക്രാറ്റ്സ് പറയുന്ന കാര്യം എന്നറിയോ, പുറത്തുനിന്നൊരു $2.25 ബില്യൺ ഓവർസീസ് കൺട്രിയിൽ നിന്ന് വരുന്നുണ്ട്. ഇത് കറപ്ഷൻ മണിയാണ്, ഒലിഗാർച്ച് മണിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു അലഗേഷൻ ഉണ്ട്. ഇതുവരെ ഒന്നും പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഈവൻ ദെൻ പിന്നെ അത് മാത്രമല്ല ഈ ട്രംപിൻ്റെ ലോകത്തുള്ള പല റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സും ഒക്കെ ട്രംപ് ടവർ എന്നൊക്കെ പറഞ്ഞ് റിയൽ എസ്റ്റേറ്റ് ബിൽഡ് ചെയ്തിട്ട് ഈ ട്രംപിൻ്റെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്യണതിൽ മാത്രം ആ ബ്രാൻഡ് ലൈസൻസിങ്ങിനും $400 million അദ്ദേഹത്തിന് കിട്ടി എന്നുള്ള. പിന്നെ ക്രിപ്റ്റോസ്, ഈ പറഞ്ഞ പോലെ മിമി കോയിൻസ്, WLF സ്റ്റേബിൾ കോയിൻ ഒക്കെ വഴി അദ്ദേഹത്തിന് റിയലൈസ്ഡ് ഗെയിൻ $1.4 ബില്യൺ, അതുകൂടാതെ അൺറിയലൈസ്ഡ് ഗെയിൻ ആയിട്ട് $800 million കൂടെ ഉണ്ട് എന്നുള്ള. ഇതൊന്നും കൂടാതെ നമുക്കറിയാലോ ഓയിൽ ട്രേഡ്, കറൻസി ട്രേഡ്, ഗോൾഡ് ട്രേഡ്, ഇതെല്ലാം കൂടെ ചേർത്ത് ട്രംപ് ലോകത്തിലെ വലിയൊരു പൈസക്കാരനായി മാറി ഈ 2 ഇൻസിഡൻറ്റും കൂടി എന്നുള്ളത് വളരെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ബട്ട് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയിച്ചു. ഞാൻ പലപ്പോഴായിട്ട് നമ്മൾ ഈ ട്രംപിൻ്റെ ട്രേഡുകൾ കോട്ട് ചെയ്ത് സംശയാസ്പദമായിട്ടുള്ള വീക്കെൻഡ് ട്വീറ്റൊക്കെ അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു എന്നുള്ള. ഇനി നമുക്ക് സ്പോട്ട്ലൈറ്റിലേക്ക് വരാം. ടുഡേ സ്പോട്ട്ലൈറ്റ് 2 കമ്പനികളും നമ്മൾ ഇതിനു മുമ്പേ കഴിഞ്ഞ കൊല്ലം അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ഇതൊരു റെക്കമെൻഡേഷനോ അല്ല, ഈ പറയുന്ന പോലെ ഒരു അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല. ഈ 2 സ്റ്റോക്കിലും പേഴ്സണലി എനിക്കും എൻ്റെ ഫാമിലിക്കും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോക്കുകളാണ് എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡേവിഡ് ടേക്കിംഗ് ഓൺ ഗ്ലോബൽ ഗൊലയാത്ത് കമ്പനി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് വേറെ ഒന്നുമല്ല, നമുക്കറിയാലോ കൊല്ലങ്ങളായിട്ട് നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും ഒരു പവർ പ്രോജക്റ്റിന് ഒരു വലിയൊരു ഡീസൽ എഞ്ചിൻ വേണമെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ അറിയാമല്ലോ ഡേറ്റാ സെൻറ്റർ, ഒരു സ്റ്റീൽ പ്ലാന്റ് അല്ലെങ്കിൽ മേജർ ഫാക്ടറിക്കൊക്കെ ഹൈ ഹോഴ്സ് പവർ എൻജിൻസ് വേണം ആണല്ലോ. അങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട് എൻജിൻ വേണം എന്നുള്ളപ്പോൾ ഒറ്റ സീരിയസ് പ്ലെയറെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. അതിനെ നമ്മൾ പറയുന്നത് അമേരിക്കൻ കൺഗ്ലോമറേറ്റിൻ്റെ ഇന്ത്യൻ സബ്സിഡറി ആയിട്ടുള്ള, ഇന്ത്യൻ ആമായിട്ടുള്ള
ക്യുമിൻസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി, ആൻഡ് ദാറ്റ് ഇസ് ദ ഗൊലയാത്ത് കമ്പനി ദാറ്റ് വി ആർ സ്പീക്കിംഗ് ഔട്ട്. അത്രയ്ക്ക് വലിയ സൈസാണ്, വേൾഡ് ലീഡറാണ് എന്നുള്ള. നമ്മുടെ ഇവിടെ തന്നെ ഹൈ ഹോഴ്സ് പവർ എഞ്ചിനെ നമുക്ക് HHP, ഹൈ ഹോഴ്സ് പവർ എഞ്ചിൻ, HHP എന്ന് നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് പറയാം. അതിലെ 80% മാർക്കറ്റ് ഷെയറും കമാൻഡ് ചെയ്തിരുന്നത് ഈ പറയുന്ന പോലെ ക്യുമിൻസ് ഇന്ത്യയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്. അതായത് ഈ ഹൈ ഹോഴ്സ് പവർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സിനോണിം നെയിമാണ് ക്യുമിൻസ്. നമ്മൾ ഈ കടയിൽ ചെന്ന് ബിസ്ലറി എന്ന് മിനറൽ വാട്ടറിന് പറയുകയോ അല്ലെങ്കിൽ ടെട്രാ പാക്ക് ജ്യൂസിന് ഫ്രൂട്ടി എന്ന് പറയും പോലെ ഹൈ HP എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ക്യുമിൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള. എന്നാൽ ഇവിടെയാണ് നമ്മുടെ സൂപ്പർ ഹീറോ വരുന്നത്. അതായത് ഇന്ത്യൻ ഡേവിഡ് എന്ന് പറയുന്ന കമ്പനി വേറെ ഒന്നുമല്ല, കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ലിമിറ്റഡ്. ആ കമ്പനിയെ ഷോർട്ട് ഫോം KOEL, കിർലോസ്കർ ഓയിൽ എഞ്ചിൻ ലിമിറ്റഡ് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ പറയും. ഇനി അങ്ങോട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത്. നമ്മൾ ഇതിനെയും ലാസ്റ്റ് ഇയർ സ്പോട്ട്ലൈറ്റിൽ പറഞ്ഞാണ്. എനിക്ക് തോന്നുന്നത് അന്ന് പറയുമ്പോൾ 800-830 രൂപ എങ്ങാണ്ടേ ഉള്ളൂ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ്. ഇന്ന് അതിൻ്റെ വില 2500 കഴിഞ്ഞ ആഴ്ച എന്നുള്ളത്. ഞാൻ ഈ ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ്സ് വെച്ചില്ല, ഏതായാലും 2500 ഇൻ ആൻഡ് അറൗണ്ട് റേഞ്ചിലാണ് ട്രേഡ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇത്രയും നാൾ പൊതുവെയുള്ള കംപ്ലയിൻറ്റ് എന്താ? നിഫ്റ്റി എവിടെയും പോയില്ല, ഇന്ത്യൻ മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് കയറിയ പ്രൈസാണ് ഞാൻ പറഞ്ഞത്, ഫ്രം 835 to 2500 rupees. മോർ ദാൻ ഡബിൾ അല്ലേ? ദിസ് ഈസ് മാസീവ് എന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ തന്നെ എന്താണ് ഈ സ്റ്റോക്ക് പ്രൈസ് കയറാനുള്ള കാരണമാണ് ഈ ഡേവിഡ് കമ്പനിയുടെ ഗൊലയാത്തിനെ ടേക്ക് ഓവർ ആ ഒരു ചലഞ്ച് ചെയ്ത കഥ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാലോ, കിർലോസ്കർ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള ഒരു ബ്രാൻഡാണ്, ഒരു ഫാമിലി നെയിമാണെന്നുള്ള കാര്യം നമുക്കറിയാം. സെഞ്ചുറീസ് ഓൾഡ് നെയിമാണ് എന്നുള്ള. അവർ ബേസിക്കലി ഈ സ്മോളർ എഞ്ചിനിൽ മാത്രമേ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. കിർലോസ്കർ എന്ന് പറഞ്ഞാൽ സ്മോൾ എഞ്ചിൻ എന്നുള്ള രീതിയിൽ മാത്രമേ സംസാരിച്ചുള്ളൂ. ഈ സ്മോൾ എഞ്ചിൻ ബിസിനസ് പറഞ്ഞാൽ ഈ പൊതുവേ ഇന്ത്യയിൽ ഒരു കമ്മോഡിറ്റൈസ്ഡ് ബിസിനസ്സാണ്. അതായത് വില കൂടുമ്പോൾ കിട്ടും, കുറയുമ്പോൾ കിട്ടില്ല. അതായത് വലിയ ഒരു ഹൈ ബാരിയർ ഓഫ് എൻട്രി ഉള്ള ബിസിനസ് ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിസിനസ്. ഇൻഡസ്ട്രി ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്. ഇൻഡസ്ട്രി എങ്ങനെ മാറുന്നു അതിനനുസരിച്ച് മാറുന്നല്ലാതെ ഈ കമ്പനിക്ക് ഇൻഡസ്ട്രിയിൽ വലിയ സേ ഒന്നും സ്മോൾ എഞ്ചിൻസ് വെച്ച് കിർലോസ്കറിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് കിർലോസ്കറിന് ഈ ഹൈ ഹോഴ്സ് പവർ സെഗ്മെൻറ്റ്, അതായത് നമ്മുടെ ക്യുമിൻസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സെഗ്മെൻറ്റിൽ ഇവർക്ക് 2022 0% മാർക്കറ്റ് ഷെയർ ഉള്ളൂ. അതായത് അവർ അതുവരെ ഈ കമ്മോഡിറ്റൈസ്ഡ് സ്മോൾ എഞ്ചിൻസ് മാത്രം ചെയ്യുന്നവർ ഹൈ ഹോഴ്സ് പവർ എഞ്ചിനിൽ 0 ആയിരുന്നു 2022 എന്നുള്ളതാണ് ഈ ഡേവിഡ് കമ്പനിയായ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ലിമിറ്റഡിൻ്റെ പ്രത്യേകത. ബട്ട് കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ലിമിറ്റഡിന് വലിയ പ്ലാൻസ് ആയിരുന്നു എന്നുള്ള. ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇത് സ്പോട്ട്ലൈറ്റിൽ അവതരിപ്പിക്കുമ്പോൾ ഈ സ്റ്റോറി എങ്ങനെ പാൻ ഔട്ട് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മളും അന്ന് ഇതിനെ കൊണ്ടുവന്നതെന്നുള്ള. ഈ ക്യുമിൻസിനെ നേരെ ഹെഡ് ഓൺ ആയിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് കിർലോസ്കർ ഓയിൽ തീരുമാനിച്ചു എന്നുള്ള. അതാണ് അവരുടെ മാനേജ്മെൻറ്റ് പ്ലാൻ എന്നാണ്. ക്യുമിൻസിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്, QSK65 എഞ്ചിൻ. ഈ QSK65 എഞ്ചിൻ വളരെ വലിയ രീതിയിൽ ഹോട്ട് സെഗ്മെൻ്റ് ആയിട്ട് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് കിർലോസ്കർ ഓയിൽ ഒരു ഒരു ക്ലാസിക് ഈക്വലൻ്റ് എഞ്ചിൻ കൊണ്ടുവന്നു. അതായത് 2500 kVA ഇക്വലൻ്റ് ആയിട്ടുള്ള കിലോ വാട്ട് ആംപിയർ ആണ് KVA എന്ന് പറയുന്നത്. 2500ൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ മാർക്കറ്റിൽ ഇറക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എഗെയിൻസ്റ്റ് ക്യുമിൻസ് QSK65 എന്ന് പറയുന്ന മോഡൽ. അതുകൂടാതെ ക്യുമിൻസിൻ്റെ വേറെ വലിയൊരു പ്രോഡക്റ്റ് ഉണ്ട്, QSK78. അങ്ങനെ ഒരു ഹൈ പവർ എഞ്ചിനും കൂടെ ഉണ്ടെന്നുള്ള. കിർലോസ്കർ ആണെങ്കിലോ 2750 കിലോ വാട്ട് ആംപിയറിൻ്റെ വേറൊരു കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു എഞ്ചിൻ ഇറക്കി എന്നുള്ള. അത് മാത്രമല്ല, ഈ എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമോ, 2750 kVA ആണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ ഈ ഡേറ്റാ സെൻറ്റർ കണ്ടിന്യൂസ് പവർ, അതായത് DCCP എന്ന് പറയുന്ന ഒരു ഫിഗറുണ്ട്. അത് ഈ എഞ്ചിന് ശരിക്കും പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത് 3000 kVA വരെ ആവാം കണ്ടിന്യൂസ് പവർ എന്നുള്ളത്. 2750 അവരുണ്ടാക്കിയെങ്കിലും 3000 kVA വരെ ആവാം എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ കിട്ടി എന്നുള്ളത്. നമ്മൾ എന്തുകൊണ്ട് ഈ DCCP അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്റർ കണ്ടിന്യൂസ് പവർ സർട്ടിഫിക്കേഷൻ വേണം എന്ന് വെച്ചാൽ, നമുക്കറിയാലോ ഈ മാസീവ് ആയിട്ടുള്ള ഡേറ്റാ സെൻറ്ററിനൊക്കെ ജസ്റ്റ് സ്റ്റാൻഡ് ബൈ പവറോ ബാക്കപ്പ് പവറോ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള പവർ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ എഞ്ചിനീയറിംഗ് ആയിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്തോടുകൂടി കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ഡേറ്റാ സെൻറ്റർ ബിസിനസ്സിലും കൂടി എൻറ്റർ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇല്ല എന്നുണ്ടെങ്കിൽ, ഈ എഞ്ചിൻ ഡെവലപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ക്യുമിൻസിൻ്റെ ഡേറ്റാ സെൻറ്ററിന് വേണ്ടി സപ്ലൈ ചെയ്യുന്ന എഞ്ചിന് ഒരു കോമ്പറ്റീഷൻ ആവില്ലായിരുന്നു. അതൊക്കെ ഒരു വലിയൊരു ടെക്നോളജിക്കൽ ബ്രേക്ക് ത്രൂ ആണ് എന്നുള്ള.
കിർലോസ്കറിന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടില്ല. 2750 kW എഞ്ചിനിലൊന്നും അവരെ നിർത്തിയിട്ടില്ല. അതിൻ്റെ DCC സർട്ടിഫിക്കേഷൻ 3000 kVA വരെ പോയി. അത് കൂടാതെ ഇവർ 3300 kVA എഞ്ചിനും കൂടെ അവർ ബിൽഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അവരുടെ ടെക്നോളജി ഡെവലപ്മെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ രീതിയിലേക്ക് ഇവർ വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ ഇവിടെ മാനേജ്മെൻറ്റ് ഒരു വലിയൊരു സ്ട്രാറ്റജി എന്താണെന്ന് അറിയും. ഇവിടെയൊക്കെയാണ് വലിയ മാനേജ്മെൻറ്റും പ്രൊമോട്ടറിൻ്റെയൊക്കെ ഗുണം. ഇവർ ഈ ഓർഡർ വിൻ ചെയ്യുക എന്നുള്ളതായിരുന്നില്ല അവരുടെ പ്രയോറിറ്റി. ഇനി അഥവാ ഒരു ഓർഡർ കിട്ടിയാൽ അത് സപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സപ്ലൈ ചെയിൻ ഇവർക്ക് വേണം, കപ്പാസിറ്റി ഇവർക്ക് വേണമെന്ന് ഇവർക്ക് വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? 2025 5000 എഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു കപ്പാസിറ്റി അവർ 700 കോടി ഇൻവെസ്റ്റ് ചെയ്തു. 2028 ആകുമ്പോഴത്തേക്കും 50,000 എഞ്ചിൻ ഉണ്ടാക്കാൻ, 2028 ആകുമ്പോഴത്തേക്ക് 50,000 എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2025 ഇവർ 700 കോടി ക്യാപെക്സ് കമ്മിറ്റ് ചെയ്തു എന്നുള്ള. അതുമാത്രമല്ല 2026 ഇവർ വീണ്ടും 1400 കോടി അഡീഷണൽ ആയിട്ട് ഇട്ടു എന്നുള്ള. അതായത് HHP എഞ്ചിൻസ്, ഹൈ ഹോഴ്സ് പവർ എഞ്ചിൻസ് 20,000 എഞ്ചിൻ ആനുവലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1400 കോടിയും കൂടി ഇവർ ഇൻവെസ്റ്റ് ചെയ്തത് എന്നുള്ള. അപ്പം നമുക്കറിയാലോ ഈ പറയുന്ന പോലെ ഈ കുമ്മിൻസ് എന്ന് പറഞ്ഞത്, ഈ കുമ്മിൻസ് വലിയ പവർഫുൾ ജയൻ്റ് ആയതുകൊണ്ട് ഈ കിർലോസ്കർ ഓയിൽ എഞ്ചിൻ ഇവരെ ചലഞ്ച് ചെയ്തു എന്ന് മാത്രമല്ല, ഇവർക്ക് ഒരു കാര്യം കൂടെ കിർലോസ്കർ ഓയിൽ അവരുടെ ഈ അനലിസ്റ്റ് മീറ്റുകളിൽ പറയുമായിരുന്നു. അതായത് ഡീസൽ എന്ന് പറയുന്നത് എന്നും ഫ്യൂച്ചറിലെ ഒരു കിങ്, ഒരു രാജാവായിട്ട് നിൽക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിലേക്ക് പോകണം എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്തു? ഇവരുടെ ബെറ്റുകൾ, അതായത് ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് ഹെഡ്ജ് ചെയ്ത് മറ്റുള്ള ഓൾട്ടർനേറ്റ് സോഴ്സ് ഓഫ് എനർജിക്ക് വേണ്ടിയിട്ടുള്ള എഞ്ചിൻസും ഇവരുണ്ടാക്കി തുടങ്ങി. ഏതൊക്കെ? ഓൾട്ടർനേറ്റ് ഫ്യൂൽസ് ലൈക്ക് ഡീസൽ, CNG, എത്തനോൾ, ഹൈഡ്രജൻ, ഹൈഡേൻ, LPG, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എഞ്ചിൻസും കൂടി ഇവർ ചെയ്ത് ഇവരുടെ ബിസിനസ് മോഡലിനെ ഡീറിസ്ക് ചെയ്ത് ഇവർ ഹെഡ്ജ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല ഇവർ 2 ഇമ്പോർട്ടൻറ്റ് സെക്ടറിലേക്ക് കയറി. ഏത് സെക്ടറിലേക്ക് കയറി? ഡിഫൻസ് സെക്ടറിലേക്കും കയറി, മാരിടൈം സെക്ടറിലേക്കും കയറി. ഈ ഡിഫൻസ് സെക്ടറും മാരിടൈം സെക്ടറും ഞാൻ എന്തുകൊണ്ട് എടുത്തു പറയണമെന്നറിയാം. ഇവരിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഡിഫൻസ് സെക്ടർ, മാരിടൈം, ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ മാരിടൈം സെക്ടർ, അതുകൂടാതെ ഡേറ്റാ സെൻറ്റർ. ഈ 3 സെൻറ്ററിൻ്റെയും പ്രത്യേകത എന്താ? ഈ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ പബ്ലിക് ക്യാപെക്സും പ്രൈവറ്റ് ക്യാപെക്സും വരും. അതായത് നമ്മളിപ്പോൾ ഗവൺമെൻറ് നോക്കുകയാണെങ്കിലും ഗവൺമെൻറ് എന്താ ചെയ്യണേ? ഇപ്പോൾ മാരിടൈം ഫണ്ട് ഉണ്ടാക്കി 70,000 crores അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ചെയ്യുന്നു. ഡിഫൻസ് ഓർഡേഴ്സ് ഭയങ്കരമായിട്ട് കൊടുക്കുന്നു. ഡേറ്റാ സെൻറ്ററിലാണെങ്കിൽ കൂടുതലും പ്രൈവറ്റ് കമ്പനികൾ, ആമസോൺ അങ്ങനത്തെ കമ്പനികളൊക്കെ ഇവിടേക്ക് വരുന്നു എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടക്കുന്ന സെക്ടറിലാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യണേ എന്നുള്ളതും എക്സ്പാൻഡ് ചെയ്യണേ എന്നുള്ളതും നമ്മൾ പ്രത്യേകമായിട്ട് കാണണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒരു സെക്ടറിന് എന്തെങ്കിലും കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ മറ്റേ സെക്ടർ വഴി ഇവർക്ക് അവർക്ക് എന്താ പറയുക, ലെവൽ ചെയ്യാൻ പറ്റും എന്നുള്ള. അതുമാത്രമല്ല പല ടൈപ്പ് എഞ്ചിൻസ്, അതായത് ഈ ബയോഡീസലിനൊക്കെ വേണ്ടിയിട്ട് എഞ്ചിൻസ് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഡീറിസ്ക് ചെയ്ത് ഹെഡ്ജ് ചെയ്ത് ഒരു ബിസിനസ് മോഡലായിട്ടാണ് കിർലോസ്കർ ഓയിൽ എഞ്ചിൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത് എന്നുള്ള. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2022 0% ഗ്രോത്തും മാർക്കറ്റ് ഷെയറും ഉണ്ടായിരുന്ന ഹൈ ഹോഴ്സ് പവർ എഞ്ചിൻ സെഗ്മെൻറ്റിൽ 2026 ആയപ്പോഴത്തേക്ക് 4 കൊല്ലം കൊണ്ട് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത്. എവിടെ? കുമ്മിൻസ് ഓപ്പറേറ്റ് ചെയ്യണ സെഗ്മെൻറ്റിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ഇവർ പറയുക എന്ന് പറയണമെങ്കിൽ ഇറ്റ് ഈസ് അപ്രീഷിയബിൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല ഇപ്പം അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, ഞാൻ അതുകൊണ്ടാണ് ഈ കമ്പനിയെ ഞാൻ വീണ്ടും സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവന്നത്. അതായത് ലൈം ലൈറ്റിലേക്ക് കിർലോസ്കർ ഓയിൽ എഞ്ചിൻ വന്നു. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഹൈപ്പർ നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു എന്താ പറയുക, അവരുടെ കയ്യിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി. 192 മെഗാവാട്ടിൻ്റെ ജെൻസെറ്റ് ഓർഡറാണ് കിർലോസ്കർ ഓയിൽ എഞ്ചിന് വന്നത്. അതെനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 2500 കിലോവാട്ട് ആംബിയറിൻ്റെ 96 യൂണിറ്റ് സപ്ലൈ ചെയ്യാനാണ്. അതായത് ഓപ്റ്റി പ്രൈം ഡ്യുവൽ കോർ പവർ സിസ്റ്റമാണ് വരുന്നതെന്നുള്ള. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിരുന്നു. കാര്യം അവർ ആ ഡേറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്കൊക്കെ എൻട്രി ചെയ്യുന്നതിൻ്റെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. മാർക്കറ്റ് എന്ത് ചെയ്തു? വലിയ രീതിയിൽ ഈ സ്റ്റോക്കിനെ റിവാർഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ഈ 20% അപ്പർ സർക്യൂട്ട് ഈ കിർലോസ്കർ ഓയിൽ എഞ്ചിൻ എൻ്റെ സ്റ്റോക്കിന് വന്നു എന്നുള്ളതാണ്. അതായത് ആ ന്യൂസ് വെളിയിൽ വന്ന ഉടൻ തന്നെ. അതായത് പതുക്കെ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് കുമ്മിൻസിൻ്റെ ആ ഇൻഡസ്ട്രിയെ പതുക്കെ പിടിച്ച് മുന്നോട്ട് പോണു. ലൈക്ക് എ ഡേവിഡ് ടേക്കിംഗ് ഓൺ ഗൊലയാത്ത് എന്നുള്ള രീതിയിലേക്ക് അത് മുന്നോട്ട് പോയി എന്നാണ് പറയാം. കുമ്മിൻസ് എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്കറിയാം വളരെ ഹൈ വാല്യുവേഷൻ പ്രീമിയം കമാൻഡ് ചെയ്യണ ഒരു സ്റ്റോക്കാണ്. കാര്യം അവരുടെ വലിയൊരു ഡോമിനൻറ്റ് ബിസിനസ് മോഡലാണ്. അവിടെ വലിയ കോമ്പറ്റീറ്റർ ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഡേറ്റാ സെൻറ്റർ ബിസിനസ്, ഹൈ ഹോഴ്സ് പവർ എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് അവരുടെ കുത്തകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയൊക്കെയാണ് ഈ പറയുന്ന പോലെ കിർലോസ്കർ ഓയിൽ എഞ്ചിൻ ഉദിച്ചു വന്നത്. അതിൽ ഓർഡർ കിട്ടുന്നത് മാത്രമല്ല, ക്യുമ്മിൻസിൻ്റെ ടെക്നോളജി പ്രോവസിനെ
പിടിച്ചു നിൽക്കുന്ന രീതിയിൽ ഹൈ ക്വാളിറ്റി HHP എൻജിൻസ് കൊണ്ടുവരാൻ കിർലോസ്കർ ഓയിൽ എഞ്ചിന് പറ്റിയെങ്കിൽ ഈ ടെക്നോളജിക്കൽ എഡ്ജിൽ കുമ്മിൻസും കിർലോസ്കർ ഓയിൽ എഞ്ചിൻ തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു ഇന്ത്യൻ കമ്പനി ഒരു അമേരിക്കൻ മൾട്ടിനാഷണലിനെ അവിടെ ചലഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ള. ഇനി ഈ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കേപ്പബിലിറ്റീസ്, അവർ ഇൻവെസ്റ്റ് ചെയ്യണ ക്യാപെക്സ്, അവരുടെ സർട്ടിഫിക്കേഷൻ, ഇതെല്ലാം ചേർത്ത് ഹൈ ക്വാളിറ്റി റിപ്പീറ്റ് ഓർഡേഴ്സ്, അതായത് പ്രോഡക്റ്റ് നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായം മാർക്കറ്റിൽ ഉണ്ടാവുകയും റിപ്പീറ്റ് ഓർഡേഴ്സും കൂടെ വരികയാണെങ്കിൽ കിർലോസ്കർ ഓയിൽ എഞ്ചിൻ്റെ സ്റ്റോറി ഇതിലും വലിയ രീതിയിൽ മാറാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞ് സ്റ്റോക്ക് കയറും എന്നുള്ള രീതിയിലല്ല, സ്റ്റോക്ക് നല്ല രീതിയിൽ കയറി നല്ല ഹൈ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതൊരു അഡ്വൈസോ സോളിസിറ്റേഷനോ റെക്കമെൻഡേഷനോ ആയിട്ട് കരുതാതിരിക്കുക. ബട്ട് കുമ്മിൻസ് ആയിട്ടുള്ള ഗ്യാപ്പ് ഇത് ചിലപ്പോൾ കുറച്ച് കൊണ്ട് വന്നേക്കാം എന്നുള്ള. ബട്ട് ഈവൻ ദെൻ നമ്മൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം, കുമ്മിൻസ് ഇന്നും 80% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ് ആ ഇൻഡസ്ട്രിയിൽ. അത് മാത്രമല്ല ഒരു കാര്യം കൂടെ ഈവൻ്റ് നടക്കാനുണ്ട്, ഞാനത് ക്ലോസ്ലി വാച്ച് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം US-ഉം ഇന്ത്യയും തമ്മിലുള്ള ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ജൂലൈ അവസാനത്തോടുകൂടി നമ്മൾ മിക്കവാറും സൈൻ ചെയ്യുന്നതാണ്. അതിൽ ഇന്ത്യയിൽ നിന്നും കുറച്ച് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു ഇൻസെൻറ്റീവ് കിട്ടും. അതുമാത്രമല്ല തിരിച്ച് അമേരിക്കയിൽ നിന്ന് സെൻസിറ്റീവ് സെക്ടറായ ഡയറി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, ഫാർമിംഗ്, അഗ്രികൾച്ചർ സെക്ടറൊക്കെ മാറ്റിവെച്ചാൽ അമേരിക്കയിൽ നിന്നുള്ള പ്രോഡക്ട്സ് മിക്കവാറും നല്ല രീതിയിൽ സീറോ ടാരിഫിൽ അല്ലെങ്കിൽ വളരെ വില കുറഞ്ഞ ഒരു ഡ്യൂട്ടി റെജീമിൽ ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യുമ്മിൻസ് എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനി ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അധികം പ്രോഡക്ട്സ് ഇവർ കൊണ്ടുവന്നിട്ടില്ല. പല പ്രോഡക്ട്സും ഇവരുടെ ഹെഡ് ക്വാർട്ടർ കമ്പനിയിൽ ഉണ്ട്, അതായത് ഇവരുടെ അമേരിക്കൻ കമ്പനിയിലുണ്ട്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തതെന്ന് വെച്ചാൽ ഇവിടെ ലോക്കൽ കമ്പനികളായിട്ട് ഇവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഈ ലോക്കൽ കമ്പനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെൻറ് ഈ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി അല്ലെങ്കിൽ ടാരിഫുകളൊക്കെ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യ US ട്രേഡ് ഡീൽ വരുന്നതോടുകൂടി ഈ ടാരിഫിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്നുള്ള നല്ലൊരു വിഭാഗം പ്രോഡക്ട്സ് 0% ഡ്യൂട്ടിയിലേക്ക് വരും. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ ക്യുമ്മിൻസിന് പല പ്രോഡക്റ്റും പല വില കുറവ് രീതിയിൽ ഈവൻ പുറത്തുനിന്ന് തന്നെ ഇതുണ്ടാക്കി കൊണ്ടുവന്ന് ഇവിടെയുള്ള ലോക്കൽ കോമ്പറ്റീഷനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു ഡിസിഷന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. കാര്യം ഇന്ത്യൻ കമ്പനീസിന് നെഗറ്റീവാണ്. ബട്ട് ഈവൻ ദെൻ ഇന്ത്യൻ കമ്പനീസ്, കിർലോസ്കർ പോലെയുള്ള കമ്പനി നമ്മുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് എന്താ, ഇതൊന്നും പ്രശ്നമില്ല. ടെക്നോളജിക്കലി ഇന്നോവേഷൻസും R&D കൊണ്ടുവന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യാമെങ്കിൽ നമുക്ക് ഏതൊരു ഗൊലയാത്തിനെയും ചവിട്ടാവുന്ന രീതിയിലേക്കും അറ്റാക്ക് ചെയ്യാൻ ചലഞ്ച് ചെയ്യാനുള്ള രീതിയിലേക്ക് ഒരു ഡേവിഡായി നമുക്ക് മാറാമെന്ന് കിർലോസ്കർ ആ രീതിയിൽ തെളിച്ച സ്ഥിതിക്ക് അതിനനുസരിച്ചുള്ള ചേഞ്ച് കിർലോസ്കർ മാനേജ്മെൻറ്റ് എടുക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. എങ്ങനെയാണ് മാനേജ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ഹാവ് ഡെലിവേർഡ് ബ്യൂട്ടിഫുള്ളി ഇന്ത്യൻ മാർക്കറ്റ്സ്. മാർക്കറ്റ് അതിനെ നല്ല രീതിയിൽ റിവാർഡ് ചെയ്യുന്നു ഇൻ സ്പൈറ്റ് ഓഫ് ജനറൽ ക്രിറ്റിസിസം ദാറ്റ് മാർക്കറ്റ് ഈസ് നോട്ട് ഡൂയിങ് ദാറ്റ് ഗ്രേറ്റ്. അങ്ങനത്തെ ഒരു രീതിയിലും കൂടെ കിർലോസ്കർ ഓയിൽ എഞ്ചിന് ഇത്രയും പ്രീമിയം വാല്യൂഷൻ കിട്ടിയെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ കമ്പനി എന്നുള്ള രീതിയിലും കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നല്ല. ഞാനിതിനെ സ്പോട്ട്ലൈറ്റിലേക്ക് അവതരിപ്പിച്ച ഈ രണ്ട് സ്റ്റോക്കും, അതായത് ഡേവിഡ് കമ്പനിയായ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസും ഗൊലയാത്ത് കമ്പനിയായിട്ടുള്ള ക്യുമ്മിൻസും നമ്മൾ കഴിഞ്ഞ കൊല്ലവും അവതരിപ്പിച്ചാണ്. അവിടുന്ന് ഈ സ്റ്റോക്കുകൾ വലിയ രീതിയിൽ പെർഫോം ചെയ്തു. ഞാൻ ഈ പറഞ്ഞത് ജസ്റ്റ് ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതായത് ഒരു ലാർജർ MNCയെ പോലും ചലഞ്ച് ചെയ്യാൻ ഇന്ത്യൻ കമ്പനീസായി. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഈ IT കമ്പനീസിൻ്റെ ഇത് പറഞ്ഞാണല്ലോ ഇന്ന് തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ ഗ്ലോബലി നമുക്ക് സ്പേസ് ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്ലോബൽ കമ്പനിയെ ചലഞ്ച് ചെയ്ത ഒരു ഡേവിഡ് ഇന്ത്യൻ കമ്പനിയെ നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു ഉദ്ദേശം തന്നെ ആയിരുന്നു എന്നുള്ള. ഇതൊരിക്കലും നിങ്ങളൊരു സോളിസിറ്റേഷനോ റെക്കമെൻഡേഷനോ അഡ്വൈസായിട്ട് കണക്കാക്കാതിരിക്കുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം ചെയ്യുക. ഈ പറഞ്ഞ രണ്ട് കമ്പനിയും എനിക്കും എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനും ഡയറക്റ്റ് ഹോൾഡിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പാർട്ടിയാണ് എന്നുള്ള ഡിസ്ക്ലോഷറും കൂടെ പറയുന്നു. ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ ഇനി വരാൻ പോണ ദിവസങ്ങളിലോ ഞാനിത് ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ള ഡിസ്ക്ലോഷറും കൂടെ പറയുന്നു. ഐ ഹോപ്പ് തോമസ് ഇസ് ഓൾസോ നോട്ട് ഹോൾഡിംഗ് ഇറ്റ്, അല്ലേ? ആ ഒരു ഡിസ്ക്ലോഷറും കൂടെ പറയുക എന്നുള്ള ഞങ്ങളുടെ കടമയാണ്. ഇത് റെക്കമെൻഡേഷനായിട്ട് എടുക്കുകയും ചെയ്യരുത്, ഇത് ഇപ്പം തന്നെ പോയി മേടിക്കുകയും ചെയ്യരുത്. അതിന് വേറെ പല ഫാക്ടേഴ്സും ഉണ്ടാവുമായിരിക്കാം, എനിക്കറിയില്ല. നിങ്ങൾ ഒരു സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ഡിസിഷനിൽ മാത്രം മുന്നോട്ട് പോവുക. ഓവർ ടു യു തോമസ്. സൂരജ് സാർ, ലാസ്റ്റ് ഒരു 2 വീക്സ് 3 വീക്സ് ആയിട്ട് നമ്മൾ കോസ്പൈ നോക്കുകയാണെങ്കിലും നിക്കൈ 225 നോക്കുകയാണെങ്കിലും വളരെ വലിയ രീതിയിലുള്ളൊരു വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നു. ചില ദിവസങ്ങളിലൊക്കെ
2 or 3 പ്രാവശ്യം ലോവർ സർക്യൂട്ട് ടച്ച് ചെയ്യുന്ന കോസ്പൈ നമുക്ക് കാണാൻ സാധിക്കും. 7 to 8% ഒക്കെ താഴെ പോയി. നെക്സ്റ്റ് ഡേ 5 to 6% ഒരു മുന്നേറ്റം പിന്നെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഹെർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്ന സ്റ്റോക്കുകൾ SK ഹൈനിക്സ്, സാംസങ് പോലുള്ള IT സ്റ്റോക്കുകളാണ്. അതേസമയം ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും വലിയ രീതിയിൽ മൂവ്മെൻറ്റ് നടത്തുന്നതിലൊരു ബേസായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ്, ഈ വലിയ രീതിയിലുള്ള ഇടിവും ഒരു മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്പെസിഫിക്കലി ഈ ടെക് സ്റ്റോക്കുകളിലേക്കും ചിപ്പ് സ്റ്റോക്കുകളിലേക്കും AI സ്റ്റോക്കുകളിലും ഇത്രയധികം വലിയൊരു വോളറ്റിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലും ഈ AI ടെക് സ്റ്റോക്കുകളിലൊക്കെ ഒരു കൈൻഡ് ഓഫ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്കുള്ളൊരു കൈൻഡ് ഓഫ് ലൈക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണമാണ് ഇത്ര വലിയ രീതിയിലുള്ളൊരു വോളറ്റിലിറ്റി ഈ സൗത്ത് കൊറിയ ബേസ് ചെയ്തിട്ടുള്ള, ജപ്പാൻ ബേസ് ചെയ്തിട്ടുള്ള AI IT ടെക് സ്റ്റോക്കുകൾ, ചിപ്പ് സ്റ്റോക്കുകൾ കാണാൻ സാധിക്കുന്നു. സുരേഷ്, സൗത്ത് കൊറിയ ഈസ് എ ഡിഫറെൻറ്റ് കെറ്റിൽ ഓഫ് ഫിഷ്. അത് സൗത്ത് കൊറിയൻ മാർക്കറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയാം. കാര്യം സൗത്ത് കൊറിയൻ മാർക്കറ്റിലെ ഇൻഡെക്സിൽ ഏതാണ്ട് 50% 2 കമ്പനിയാണ്, SK ഹൈനിക്സും സാംസങ്ങുമാണ്. അത് മാത്രമല്ല 2026 തുടങ്ങിയതോടുകൂടി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ സൗത്ത് കൊറിയ ഹാവ് ബീൻ ജനറലി നെറ്റ് സെല്ലേഴ്സ് ഇൻ മാർക്കറ്റ്. അവിടെ മേടിക്കുന്ന കംപ്ലീറ്റ് സൗത്ത് കൊറിയൻ പബ്ലിക്കാണ്. സൗത്ത് കൊറിയൻ പബ്ലിക് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മേടിക്കണം. അതായത് അവരുടെ എല്ലാം വിറ്റാണ് അവർ മേടിക്കുന്നത്. ഈവൻ നമ്മൾ പറഞ്ഞല്ലോ, ഇൻഷുറൻസ് പ്രീമിയം വരെ പ്ലഡ്ജ് ചെയ്ത് മേടിക്കുന്ന രീതിയിലേക്കായി. അതുകൊണ്ട് സൗത്ത് കൊറിയൻ മാർക്കറ്റ് വളരെ ഡേഞ്ചറസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ ഭയങ്കരമായിട്ട്, കാര്യം അതുമാത്രമല്ല, ഈ മാർക്കറ്റ് ഓവർ ഹീറ്റഡ് ആകുമ്പോൾ അവിടുത്തെ സൗത്ത് കൊറിയൻ റെഗുലേറ്റർ, സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ, നമ്മുടെ സെബി ഇക്വലൻ്റ് വലിയ രീതിയിലുള്ള മെഷേഴ്സ് കൊണ്ടുവരും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഫ്ലക്ച്വേഷൻ കാര്യമാണ്. പക്ഷേ പൊതുവേ എന്തുകൊണ്ടാണ് ഈ AI ടെക് സ്റ്റോക്സ് വൾണറബിൾ എന്ന് തോമസ് ചോദിച്ചില്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഗ്ലോബലി ടെക് സ്റ്റോക്സ് എന്ന് പറയുന്നത് കൂടുതലും ഡെറ്റ് ഫ്രീ കമ്പനീസാണ്. കാര്യം അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നല്ല ക്ലീൻ ക്യാഷ് ഫ്ലോ ഗ്രോത്ത് ആയിരുന്നു. അടുത്ത കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നത് AI വന്നതിന് ശേഷമാണെന്ന് അറിയാം. ഡേറ്റാ സെൻറ്റർ, അല്ലെങ്കിൽ ചിപ്പ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി, അല്ലെങ്കിൽ ഓരോ മെഷീൻസ് ഉണ്ടാക്കണം, ലിത്തോഗ്രഫി മെഷീൻസിനൊക്കെ നമ്മൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇടുന്നതെന്ന് മാത്രമല്ല അതിന് കിട്ടുന്ന പേ ബാക്ക് വലിയ രീതിയിൽ പ്രോഫിറ്റബിളും അല്ല എന്നുള്ള. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി ലോകത്തുള്ള ടെക്നോളജി കമ്പനികൾ കടമെടുത്തു തുടങ്ങി. നമ്മൾ പറഞ്ഞു നല്ല ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനികൾ ക്യാഷ് അങ്ങനെ തന്നെ വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോണും ബോണ്ട് വഴിയും ഒക്കെ റേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകണമെന്നുള്ള. അപ്പോൾ ടെക്നോളജി കമ്പനികൾ എന്ന് പറയുന്നത് ലോകത്തിൽ ഈ പറയുന്ന പോലെ ക്യാഷ് മെഷീൻ എന്ന് പറയുന്ന സ്റ്റേറ്റസ് മാറി ഡെപ്റ്റുള്ള കമ്പനിയായി മാറിയ സ്ഥിതിക്ക് ലോകത്ത് എന്തെങ്കിലും ന്യൂസ് ഈ പറയുന്ന പോലെ കറൻസിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യത്തിലോ വലിയ രീതിയിലുള്ള വേരിയബിൾസിൽ മാറ്റം വരുമ്പോൾ ഇതിൽ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷനും വോളറ്റിലിറ്റിയും ഉണ്ടാവുക എന്നുള്ളത് സർവ്വസാധാരണം തന്നെയാണ്. അതായത് ഒരു കമ്മോഡിറ്റി സൈക്ലിക്കൽ മെറ്റൽ കമ്പനിക്ക് എന്തൊക്കെ റിസ്ക് ഉണ്ടോ ആ റിസ്ക് കാറ്റഗറിയിലേക്ക് ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അത്രയ്ക്ക് ക്യാഷ് ഫ്ലോ ഇല്ലാത്ത AI ടെക് ഡേറ്റാ സെൻറ്റർ സ്റ്റോക്കുകൾ മാറിയപ്പോൾ ഈ പറയുന്ന പോലെ ദേ വിൽ ബി സബ്ജക്റ്റഡ് ടു ലോഡ് ഓഫ് വോളറ്റിലിറ്റി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതിൻ്റെ ആ പേഴ്സണാലിറ്റി ചേഞ്ച് ആണ് ഈ വക സംഭവം വന്നത്. എന്നാൽ സൗത്ത് കൊറിയ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കെറ്റിൽ ഓഫ് ഫിഷ്. അവിടെ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ക്രൗഡഡ് ഔട്ട് ട്രേഡാണ്. ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിൽ FIs സെല്ല് ചെയ്യുമ്പോഴും പബ്ലിക് കയറി ഈ 2 സ്റ്റോക്കിലും മേടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ. അപ്പോൾ റെഗുലേറ്ററിൻ്റെ എന്തെങ്കിലും ഒരു ഡിസിഷനോ ലോകത്ത് എന്തെങ്കിലും ഗ്ലോബൽ എന്തെങ്കിലും ഒരു ഹിച്ച് സംഭവിക്കുമ്പോഴോ ഭയങ്കരമായിട്ട് ഷെയ്ക്കായിട്ട് തകർന്നു പോകുന്ന മാർക്കറ്റാണ് സൗത്ത് കൊറിയ എന്നുള്ളത് നമ്മൾ വാൺ ചെയ്യുകയും കൂടെ ചെയ്തിരുന്നു എന്നുള്ളത്. ഓട്ട് ചെയ്തു തോമസ്. സുരേഷ് സാർ, അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് അവേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. പ്രേക്ഷക ശ്രദ്ധയ്ക്ക് ഇന്നിവിടെ ചർച്ച ചെയ്ത സ്റ്റോക്കുകളും സെക്ടറുകളും ഒരു ബൈ ഓൾസോ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റർഡ് അനലിസ്റ്റ് സഹായം തേടുക. നന്ദി. Opening hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.